നമുക്ക് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കാര്യം കൃത്യമായി സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ FEG വരെ വരാനും അവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് ഒരു റീടെസ്റ്റ് വരാനും സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സിനാരിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ടൊന്ന് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ താഴോട്ടേക്ക് വരാനുണ്ട്. എനിവേസ് അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം. ഇന്നത്തെ വൺ ഡേ ചാർട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മാർക്കറ്റ് ഇന്നലെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു FEGയിൽ നിന്ന് മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാര്യമായ മൂവ്മെന്റ് മുകളിലോട്ടോ താഴോട്ടേക്ക് ഇല്ലാതെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ കുറച്ച് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. എന്തായാലും നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊന്ന് പ്രൈസ് റേഞ്ചുകൾ നോക്കാം. ആദ്യത്തെ ഏരിയ, ഏറ്റവും മുകളിലത്തെ ആദ്യത്തെ ഏരിയ 64.765, അതുപോലെ 64.200, അതുപോലെ രണ്ടാമത്തെ ഏരിയ 63.575, അതുപോലെ 63.128. ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ 61.785, അതുപോലെ 61.349. ഇനി മാർക്കറ്റ് ഇന്നലെ സപ്പോർട്ട് എടുത്ത ഏരിയ 60.265, അതുപോലെ 59.759. അതിന് താഴെ ഉള്ള ഒരു സപ്പോർട്ട് ഏരിയ 58.074, അതുപോലെ 57.579. ഇനി താഴോട്ട് ഒരു എക്സ്ട്രീം ലെവലുള്ള സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്, അതും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 56.437 ആൻഡ് 55.930 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്ന് അതിലേക്ക് ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട്. റീടെസ്റ്റ് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിലേക്കാണ് റീടെസ്റ്റ് വന്നിരിക്കുന്നത്. ആ ഒരു ഏരിയയിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴോട്ടൊരു സെൽ എൻട്രി ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. ആദ്യം നോക്കിയാൽ കാണാം, റീടെസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കൺസോളേഷൻ ആണ് ഇപ്പോൾ ഫോം ചെയ്തപ്പെടുന്നത്. ആ ഒരു കൺസോളേഷനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ ഒരു കൺസോളേഷൻ ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ താഴോട്ടേക്ക് തന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ചെറിയൊരു റീടെസ്റ്റ് തന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഇവിടേക്ക് തന്നെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു സെൽ എൻട്രി അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിലേക്കാണ് വരുന്നത്. അതിന്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിന്റെ ഇടയിൽ 50 മിനിറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഇവിടെ കാണുന്നുണ്ട്, അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിടാം. 58.728, അതുപോലെ 58.478 ആണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഒരുപക്ഷെ വരാം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ലെവലിലേക്ക് വരാം. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ താഴോട്ടേക്ക് വരാം. അതിന്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഒരു നല്ലൊരു FEG ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആ ഒരു FEGയുടെ ലെവൽ ഒന്ന് മാർക്ക് ചെയ്തിടാം നമുക്ക്. ഓൾറെഡി സപ്പോർട്ട് എടുത്ത ഏരിയ ആണ്, അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 57.408, അതുപോലെ 56.998 ആണ്. അപ്പൊ ഇത് ഇങ്ങനെയാണ് സെൽ എൻട്രി എന്ന് പറയുന്നത്. ഈ പ്രധാനപ്പെട്ട ഏരിയാസിലൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രി നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി നല്ലൊരു സ്ട്രോങ് ബൈ എൻട്രി എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിലോട്ട് കയറിയാൽ മാത്രമേ ഒരു സ്ട്രോങ് ബൈ എൻട്രി ഉള്ളൂ. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു FEG ഉണ്ട്. ആ ഒരു FEGയിൽ നിന്ന് വന്നിട്ട് ചിലപ്പോൾ ഒന്ന് വീണ്ടും നല്ലൊരു പുൾ ബാക്ക് തരാം. പുൾ ബാക്ക് തന്നു കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ഏരിയ, അതായത് റീടെസ്റ്റ്, ട്രെൻഡ് ലൈനിന്റെ മുകളിൽ വരുന്ന റീടെസ്റ്റിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലെവൽ വരെ കിട്ടാം. ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ലെവലിന്റെ തൊട്ട് താഴെ വരെയുള്ള ഒരു ലെവലാണ്, കാരണം അവിടെ ഒരു കൺസോളേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ലെവൽ വരെ നമുക്ക് ഒരു ടാർഗറ്റ് കിട്ടാം. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് നല്ലൊരു പുൾ ബാക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആ പുൾ ബാക്ക് കിട്ടിയതിനു ശേഷം വീണ്ടും ഒരു ബ്രേക്ക് നടക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ലെവൽ വരെ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത ഒരു ട്രേഡ് കിട്ടിയേക്കാം. ഒരു വലിയ ട്രേഡ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപക്ഷെ ഒരു സ്ട്രൈറ്റ് മൂവ്മെന്റ് ആയിരിക്കില്ല. നല്ല പുൾ ബാക്കുകൾ എടുത്തിട്ടായിരിക്കും ഈ ലെവലുകളിലേക്കൊക്കെ മുകളിലേക്കും താഴോട്ടേക്കും ഒക്കെ വരുന്നത്. അപ്പൊ അതെല്ലാം ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.